ഹലോ, നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേഗം വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. കുറച്ച് കനമുള്ള നുറുക്ക് ഗോതമ്പ് വേറെയും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നല്ല പൊടി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു കപ്പ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നെറ്റിലിട്ടിട്ട് വേണം കഴുകാനായിട്ട്. അല്ലാതെ നമ്മൾ പാത്രത്തിൽ കഴുകി അതിങ്ങനെ വെള്ളത്തിൽ കഴുകുമ്പോൾ കുറേ പോവും. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ട്രെയിനറിൽ വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് അതൊന്ന് വെള്ളം പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവിനെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടി ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. പൊതുവേ നുറുക്ക് ഗോതമ്പ് നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഭക്ഷണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇതൊക്കെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിലാണ് നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ഉപ്പുമാവിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വന്ന ശേഷം നമുക്കത് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ നുറുക്ക് ഗോതമ്പ്, ആ വെള്ളമൊക്കെ പോയിട്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് വെന്ത് വരും. കാരണം നല്ല ചെറുതായിട്ടുള്ള പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് 1-2 തവണ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ, അപ്പോൾ ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ നനവിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ നുറുക്ക് ഗോതമ്പത്തെ വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം നല്ല പെർഫെക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. അതല്ല, ഒന്ന് ചൂടാറിയിട്ടാണെങ്കിൽ അതിങ്ങനെ പൊടിയായിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റാവുന്ന, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തത് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.